എന്നെ കുറിച്ച് ആലോചിച്ചോ വരുൺ? നമ്മുടെ പ്രേമം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പൊ പെട്ടെന്ന് അച്ഛൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ എങ്ങനാ? ഞാൻ എന്ത് ചെയ്യും? പ്ലീസ് വരുൺ, ഡോണ്ട് ഡു ദിസ്. എത്ര ഈസി ആയിട്ടാ പറഞ്ഞ എല്ലാം മറന്നു കളയാൻ വരുൺ. രാജേന്ദ്ര നഗർ. ഹലോ വരുൺ, ഒരു തവണ എനിക്കൊന്ന് കാണണമായിരുന്നു. ഹലോ ഹലോ ഹലോ. ഷിറ്റ്. ഞാൻ പറഞ്ഞു വഴിയതല്ലോ, നിങ്ങളോടാ ചോദിക്കുന്നേ. എന്നെന്തിനാ ഇവിടെ കൊണ്ടുവന്ന്? ഇൻസ്പെക്ടർ ഗൗതം, നിങ്ങൾക്ക് ഫോൺ. ഗൗതം, വീട്ട് ഒരു റെസ്പോൺസിബിലിറ്റിയുള്ള പോലീസ് ഓഫീസർ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഹസ്ബൻഡും കൂടി അല്ലേ ഞാൻ? സിനിമ ഡയലോഗ് എല്ലാം നിർത്തി ഫോൺ എടുക്ക്. ഹലോ, സത്യ പറയൂ. ടെൽ മീ അഗൈൻ. എവിടെ? തല എവിടെയുണ്ട്? ആ പെൺകുട്ടിയുടെ ശവത്തിന്റെ അവസ്ഥ പോലും വളരെ ദാരുണമാണ്. ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. ആ പെണ്ണിന്റെ പേര് സ്വാതി, IT പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാദറിന്റെ പേര് പട്ടാഭിരാമൻ. സ്വാതിയോട് ഞാൻ ആദ്യം മുതലേ പറയുമായിരുന്നു സാർ, വെളുത്തതെല്ലാം പാലാണെന്ന് വിചാരിക്കരുതെന്ന്. എന്നാൽ എന്റെ വാക്ക് വിശ്വസിക്കാതെ ആ പെണ്ണ് അവനെ വിശ്വസിച്ച് അവന്റെ കൂടെ പോയി. ഇത് തീർച്ചയായും അവൻ തന്നെ ചെയ്തിരിക്കുന്നതാണ്. എനിക്കൊരു സംശയവുമില്ല. എന്നെ വിശ്വസിക്കൂ സാർ, അവിടെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്റെ അച്ഛനെ എനിക്ക് വലിയ പേടിയായിരുന്നു. ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട അവളെ ഞാൻ എങ്ങനെ കൊല്ലാനാണ് സാർ? ആ കാര്യം ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നേ? ഞങ്ങൾക്കറിയാം സത്യം എന്തിനാ കൊന്നേന്ന്. എല്ലാം കഴിഞ്ഞപ്പോ
ഉപേക്ഷിക്കാൻ വേണ്ടി വീട്ടുകാര് സമ്മതിക്കുന്നില്ല എന്നൊരു കഥ നീ മെനഞ്ഞുണ്ടാക്കി അല്ലടാ. അവൾ അതിന് സമ്മതിക്കാത്തോണ്ട് അവസാനം നീ അവളെ വെട്ടുന്നു. പറയ് വരുൺ, അവൾക്ക് നീയല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിനക്കല്ലാതെ അവളെ വേറെ ആർക്കും കൊല്ലേണ്ട ആവശ്യമില്ല. ഡോണ്ട് ആക്ട് ഇന്നസെന്റ്. ഗൗതം, ഇന്ദിരാ പാർക്കിനടുത്ത് നിന്ന് ഒരു ബോഡി കൂടി കിട്ടിയിട്ടുണ്ട്. പോലീസ് ഇൻഫർമേഷൻ അനുസരിച്ച് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സ്വാതിക്കും ഇപ്പോൾ കൊല്ലപ്പെട്ട വിനീതയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ രണ്ടുപേരും ഒരേ വിധത്തിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ ചീഫ് ഓഫീസർ ഗൗതം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിനീതയുടെ ഫാദർ ഈശ്വർ ഒരു സ്കൂൾ ടീച്ചറാണ്. ഒരേ ഒരു മകൾക്ക് വേണ്ടി ഇത്ര ദൂരം വന്നതാണ്. അവൾക്ക് കോളേജ്, വീട് ഇതല്ലാതെ മറ്റൊരു ലോകമില്ലായിരുന്നു. എനിക്ക് ഡോക്ടറാകണമെന്ന് അവൾ പറയുമായിരുന്നു. പുസ്തകങ്ങൾ മാത്രമായിരുന്നു അവളുടെ ചങ്ങാതികൾ. നിങ്ങൾ പറയുന്നതെല്ലാം സത്യമായിരിക്കാം. എന്നാൽ നിങ്ങളറിയാതെ അവൾക്ക് പ്രേമവും മറ്റോ ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യത? നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഇതിലേക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ അവനെ പിടിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് പോലീസിന് വേണ്ടത്ര തെളിവുകൾ ലഭിക്കാത്തതിനാൽ സ്വാതിയുടെ ബോയ്ഫ്രണ്ട് വരുൺ ഗോപാലിനെ വെറുതെ വിട്ടയച്ചു. പതിവ് പോലെ കേസിന്റെ അന്വേഷണം എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. ഈ കേസിന്റെ ചീഫ് ഓഫീസർ ഗൗതം വീണ്ടും ഒരു പെൺകുട്ടിക്കും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നടപടി കൈക്കൊള്ളുമെന്ന് അറിയിച്ചു. ഇതെങ്ങോട്ടാ പോകുന്നേ? ഹലോ, നിങ്ങളോട് ചോദിച്ചേ എവിടെ പോവാന്ന്? ഐ ഡോണ്ട് നോ വാട്ട് ദീസ് ഗൈസ് തിങ്ക്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഒച്ച വെച്ചാലും കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഒച്ച വയ്ക്കുന്നവരെനിക്ക് ഇഷ്ടമല്ല. നീ ഓരോ തവണ ഒച്ച വയ്ക്കുമ്പോഴും ഓരോ വിരല് ഞാൻ അരിയും. മനസ്സിലാക്കിക്കോ. മനസ്സിലായില്ലേ നിനക്ക്? എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ് പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാശാണോ വേണ്ടത്? ഞാൻ തരാം. എത്ര വേണോ അത് ഞാൻ തരാം. എന്റെ അച്ഛനെ ഫോൺ ചെയ്താ മതി. ഞാൻ നമ്പർ തരാം. എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ്. ഞാൻ കാല് പിടിക്കരുത്. എന്നെ കൊല്ലരുത്. കൈമാറ്റാൻ എന്താ നീ എനിക്ക് കാശ് തരാവുന്ന? കൈമാറ്റാൻ ഞാൻ കൊല്ലുന്നത് കാശിന് വേണ്ടി അല്ലടി. എനിക്കതൊരു രസമാടി. എനിക്കതെന്തൊരു ആനന്ദമാണെന്നോ. മനസ്സിലായോ? അല്ല, ഇനി നീ ജീവിച്ചിരുന്നിട്ട് എന്തെടുക്കാനാ? ഏതെങ്കിലും ഒരുത്തനെ കല്യാണം കഴിച്ച് പ്രസവിച്ച് ഒരു ദിവസം ചത്തുപോകേണ്ടതല്ലേ?
അല്ലടി, അതിനേക്കാൾ നല്ലത് ഇപ്പോ ഇവിടെ വെച്ച് ചാകുന്നതല്ലേ. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഗൗതം ഉം, ഗൗതം ഉം. നാമ്പള്ളി റെയിൽവേ സ്റ്റേഷനടുത്ത് ഇന്ന് രാവിലെ 7:25-ന് ഒരു വലിയ ബാഗിൽ ഒരു പെൺകുട്ടിയുടെ ശവം കണ്ടെത്തിയിരിക്കുന്നു. ഒരാൾ പോലീസിനെ അറിയിച്ചതാണ് ഈ വിവരം. സൈഫാബാദ് സെക്ടർ ഇൻചാർജ് ബൽറാം കൃഷ്ണ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ വലിയ ബാഗിൽ നിന്ന് പൂജ എന്ന പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെടുത്തു. പൂജ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. പൂജയുടെ കാർ ഇന്നലെ രാത്രി റോഡിൽ വെച്ച് കേടായി. തുടർന്ന് കാറ് റോഡിൽ ഉപേക്ഷിച്ചിട്ട് വെളിയിൽ വന്നു. അതിനുശേഷമാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചത്. പൂജയുടെ മൃതദേഹത്തിൽ കണ്ട മുറിവുകൾ പരിശോധിച്ചതിൽ നിന്ന് മുൻ കൊലപാതകങ്ങളെ പോലെ ഇതും അതേ കില്ലർ തന്നെ ചെയ്തിരിക്കാനാണ് സാധ്യതയെന്നാണ് പോലീസ് നിഗമനം. ആദ്യം സ്വാതി, പിന്നെ വിനീത, ഇപ്പോൾ പൂജ. ഈ 3 വ്യക്തികളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിലും ഒരേ വ്യക്തി തന്നെ ഈ 3 പേരെയും കൊന്നത് എന്തിനാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതുവരെ നടന്ന കൊലപാതകങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഒരു സീരിയൽ കില്ലർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അനുമാനിക്കാം. സീരിയൽ കില്ലേഴ്സ് അമേരിക്കയിലും യൂറോപ്പിലുമാണ് ജനറൽ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. 1970s രാമൻ രാഘവൻ എന്നൊരാൾ ബോംബെയിൽ 42 പേരെ കൊന്നു. അതുപോലെ 1989 ഓട്ടോ ശങ്കർ എന്നൊരാൾ ബാംഗ്ലൂരിൽ 7 പേരെ കൊന്നു. 1998 ഗുണ്ടല ഗോപാലൻ ചിറ്റൂരിൽ 39 പേരെ കൊന്നു. ഡൽഹിയിൽ 2006 കോഹ്ലി എന്നൊരാൾ 17 പേരെ കൊന്നു. എന്തിനു വേണ്ടി? ആനന്ദിക്കാൻ വേണ്ടി. സ്വാതി, വിനീത, പൂജ എന്നിവരെ കൂടാതെ 7 ദിവസത്തിനുള്ളിൽ അനിത, സുനിത, വിജയ, സുമതി, അർച്ചന എന്നിവരുടെ കൊലപാതകങ്ങളോടെ ഇതേ കില്ലർ മൊത്തം 8 പേരെ ഇതിനകം കൊന്നുകഴിഞ്ഞു. ഇങ്ങനെയുള്ള രാക്ഷസനെ ഇനിയും പോലീസ് പിടിച്ചില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നാണ് സൂചനകൾ. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ഓഫീസർ ഗൗതം ലൈനിലുണ്ട്. മർഡർ കേസിൽ പതിവ് പോലെ വിക്ടിമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കി. ആ കൊല കൊണ്ട് ആർക്കാണ് പ്രയോജനം? ആരോടെങ്കിലും ശത്രുതയുണ്ടോ? ആ വ്യക്തിക്ക് അടുപ്പമുള്ളയാൾ, പരിചയമുള്ളയാൾ, അവരെയൊക്കെ പരിശോധിക്കണം. എന്നാൽ ഈ കില്ലർ കൺമുന്നിൽ കാണുന്നവരെയെല്ലാം അപ്പോൾ തന്നെ കൊല്ലുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവൻ മൂലം കൊല്ലപ്പെട്ട പെൺകുട്ടികളെ പറ്റി അന്വേഷിച്ചിട്ടും ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവനെ പറ്റിയുള്ള കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സാരി ധരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങളെ പോലുള്ളവർ പേടിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും പിന്നെ ഈ ഗവൺമെന്റും എന്തിനാണ്? വെറുതെ വരട്ടാനാണോ? സ്റ്റോപ്പ് ഇറ്റ്. ഷട്ട് യുവർ ടങ്. ഞങ്ങൾ പോലീസുകാരാണ്, ദൈവങ്ങളല്ല. അവൻ ഒരേ സ്ഥലത്ത് തന്നെ നടത്താതെ ഓരോരോ കൊലയും ഓരോരോ സ്ഥലത്താണ് നടത്തുന്നത്. ആ നിലയ്ക്ക് 50 ലക്ഷത്തിലധികം പേര് താമസിക്കുന്ന ഈ സിറ്റിയിൽ നിന്ന് അവനെ എങ്ങനെ പെട്ടെന്ന് കണ്ടെത്തും? മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് പോലീസിനെ മഫ്റ്റിയിൽ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായും കോളേജ്, പാർക്ക്, കോൾ സെന്റേഴ്സ് എന്നിവിടങ്ങളിൽ. ഇത് കേട്ടിട്ട് ശരീരം തന്നെ നടുങ്ങി പോവാ. ഇത്തരം കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഗൗതം? ഇല്ല സത്യ, ഇങ്ങനെ ഒരു കേസ് കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു കേസ് ആരും ഹാൻഡിൽ ചെയ്തിട്ടുമില്ല. അവൻ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ ഓരോരോ പെൺകുട്ടികൾ കൊല്ലപ്പെടുമെന്ന ടെൻഷനിലാണ് ഞാൻ സത്യ. स्टेशन के पास चलेंगे? 250 रुपये लगेगा। 100 रुपीज दूंगी मैक्सिमम। मांगता है तो बीच में सवारी बैठा लो। नहीं, ठीक है। 100 रुपए दूंगी, ज्यादा नहीं दूंगी। चलेगा ना? मैं तुम्हें वहां पहुंचने के बाद फोन करती हूँ, ठीक है? या लव यू टू, बाय। भैया, ये रास्ता तो स्टेशन को नहीं जाता। हेलो हेलो, मैं तुमसे बात कर रही हूँ यार। हेलो शेखर, शेखर मैं यहाँ मणिकोटा के पास हूँ। ये ड्राइवर मुझे अजीब सा बिहेव कर रहा है। शेखर मुझे बचा लो शेखर।
വരുൺ പറഞ്ഞത് സ്വാതി അവസാനമായി അവനോട് സംസാരിക്കുമ്പോൾ അവളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നു എന്നാണ്. അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ സ്വാതി ഇടയ്ക്ക് ആരോടോ സൈലൻസ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ കാറിന്റെ ഹോൺ കേട്ടതായും പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം അവൾ റോഡിലായിരുന്നു എന്നല്ലേ? വിനീതയും അർച്ചനയും അവസാനമായി ക്യാബിൽ കയറുന്നത് കണ്ട 2 ദൃക്സാക്ഷികളുടെ മൊഴികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനർത്ഥം കൊലയാളികൾ ക്യാബിനുള്ളിൽ വന്ന് കൊന്നുവെന്നാണോ? ഷുവർ. എന്നാൽ കാർ ഡ്രൈവർ ഇതെല്ലാം കണ്ട് ചുമ്മാ ഇരുന്നത് എന്തുകൊണ്ടാ? അതല്ലെങ്കിൽ ക്യാബ് ഡ്രൈവർ ആണെങ്കിലോ? സംശയിക്കാവുന്ന ഒരു ആംഗിളും വിട്ടുകളയരുത്. കൊല നടന്ന ഏരിയയിലുള്ള എല്ലാ കോൾ ടാക്സി ഡ്രൈവേഴ്സിന്റെയും ഷെയർ ടാക്സി ഡ്രൈവേഴ്സിന്റെയും ലിസ്റ്റ് എടുത്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. സത്യ, പ്ലീസ്. ഹലോ. ഒരു ബോർഡ് കൂടി കിട്ടിയെന്ന്. മിസ്റ്റർ ഗൗതം, ഞാൻ ആശ, TV6 ക്രൈം റിപ്പോർട്ടർ. എപ്പോ ഈ കൊലപാതകങ്ങൾക്ക് അവസാനം ഉണ്ടാവുമെന്ന് പറയാമോ? മിസ്റ്റർ ഗൗതം, കണ്ടില്ലേ, ഇതാണ് പോലീസിന്റെ പ്രതികരണം. എപ്പോഴും ഇങ്ങനെ ചോദ്യവുമായി ചെല്ലുക, തിരിച്ചു വരിക. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം അറിഞ്ഞിട്ട് വേണം പറയാൻ. പിന്നെ ഞങ്ങൾ എന്ത് പറയണമെന്നാ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ പറയാൻ? നീ ഒളിപ്പിച്ചു വെച്ചേക്കണം, ഞാൻ ചെന്ന് പിടിച്ചോണ്ട് വരാൻ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, മോട്ടീവ് ഇല്ലാത്തൊരു കില്ലർ പിടിക്കാൻ എളുപ്പമല്ലെന്ന്. അതിന് ഒരു ദിവസം എടുത്തെന്നിരിക്കും, ഒരു ആഴ്ച എടുത്തെന്നിരിക്കും, ഒരു മാസം എടുത്തെന്നിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ഇവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ അവൻ കൊന്നോട്ടേന്നാ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങളെപ്പോലെ ഒരു എവിഡൻസും ഇല്ലാതെ ഇറസ്പോൺസിബിൾ ആയി സംസാരിച്ച് പബ്ലിക്കിന് വെറുതെ ടെൻഷൻ ഉണ്ടാക്കി വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളാണ് ഇറസ്പോൺസിബിൾ ആയി സംസാരിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കും ഉണ്ട്. നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. വേസ്റ്റ് ചെയ്യാൻ തീരെ സമയമില്ല. ഇവിടെ ആരും കൂടുതൽ വർത്താനം പറയുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാ ചെയ്യുന്നത്. എന്നെ ഒന്ന് ജോലി ചെയ്യാൻ സമ്മതിക്ക്. മൊത്തം ഇതിനകം 8 കൊലകൾ നടന്നു സിറ്റിയിൽ. ഒരു കേസിലും ഒരു തെളിവ് പോലുമില്ല. എല്ലാ കൊലകളും രാത്രിയിലാണ് നടന്നിരിക്കുന്നത്. എത്ര സ്റ്റഡി ചെയ്തിട്ടും ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല. പ്രൊസീഡ് ചെയ്തതിൽ വെച്ച് ഓപ്പൺ ചെയ്യാനുള്ള ഒരേ ഒരു ഡോർ ഏതെങ്കിലും ഒരു ക്യാബ് ഡ്രൈവർ ആയിരിക്കാമെന്ന നിഗമനം മാത്രമാണ്. നോക്കൂ ഗൗതം, സിറ്റിയിൽ 2 ലക്ഷം ക്യാബ് ഡ്രൈവേഴ്സ് ഉണ്ട്. അതിൽ ആരെയാണ് നമ്മൾ സംശയിക്കേണ്ടത്? 2 പേരുള്ള 20 ടീം ഉണ്ടാക്കി മൊത്തം ടാക്സി ഡ്രൈവേഴ്സിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഇൻട്രോഗേറ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുക. ഒരു ചെറിയ കേസിൽ FIR-ൽ പെട്ടവനെ പോലും വിടരുത്. പ്രൈവറ്റ് കാർ മുതൽ ക്യാബ് സർവീസ് വരെ ആർക്കൊക്കെ ക്യാബ് ബോർഡ് ഉണ്ടോ അവനെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാതെ വിടരുത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ 30 പേര് മഫ്റ്റിയിൽ സിറ്റിയിലുള്ള ക്യാബ് സർവീസ് ഡ്രൈവർമാരെ കുറിച്ച് അന്വേഷിച്ച് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അവനെ പിടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഒരു കൊല നടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതും. ഗൗതം, ശൈലജ ആ കൊലപാതകത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാ. ഞാൻ അമേരിക്കയിൽ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഓർലാൻഡിൽ ബിഹേവിയറൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ അനിയന്റെ മകളുടെ കല്യാണത്തിന് വന്നതാ. കുറെ നാളുകളായി പെൺകുട്ടികളുടെ കൊലപാതകങ്ങളെക്കുറിച്ച് TV-യിൽ ന്യൂസ് കാണുന്നുണ്ട്. തീർച്ചയായും ഇതിന്റെ പിന്നിൽ ഒരു സീരിയൽ കില്ലറുണ്ട്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ കാര്യത്തിൽ. എന്റെ വിവാഹം 18ാമത്തെ വയസ്സിൽ കഴിഞ്ഞതാണ്. ഞങ്ങൾ 2 പേരും ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോയി. ഒരിക്കൽ ഞങ്ങൾ ഷോപ്പിംഗ് മാളിൽ നിൽക്കുമ്പോൾ ഗണ്ണുമായി വന്ന് ഒരാൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. രക്ഷപ്പെടാൻ ഞങ്ങൾ ശ്രമിച്ചു. എന്റെ ഭർത്താവിന് 6 ബുള്ളറ്റ് ഏറ്റു. അവിടെ തന്നെ എല്ലാം കഴിഞ്ഞു. എനിക്ക് ആ ദുഃഖം മറക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. എങ്ങനെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ മൃഗീയമായി കൊല്ലുന്നത് എന്തിനാണ് എന്ന ചോദ്യം ചോദിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ വിചിത്ര മെന്റാലിറ്റി ഉള്ളവരെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായി ഞാൻ ബിഹേവിയറൽ സയൻസ് സബ്ജക്റ്റായി എടുത്തു. ഗൗതം, രജനി മരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ആരോ അവളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചിരിക്കുന്നത് അമീർപേട്ടിലെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലാണ്. ആര് പറഞ്ഞു? ബാങ്കിൽ നിന്നും അന്ന് രാത്രി 10:24 അക്കൗണ്ടിൽ നിന്നും 10,500 രൂപ ഡെബിറ്റ് ആയിട്ടുണ്ട്. രാത്രി 10 മണി കഴിഞ്ഞ് രജനി സംസാരിച്ചതായല്ലേ അവളുടെ ഫ്രണ്ട് പറഞ്ഞത്? വണ്ടി കയറിയത് ബെഞ്ചാര ഹിൽസിൽ, പർച്ചേസ് ചെയ്തത് അമീർപേട്ടിൽ നിന്ന്. രാത്രി 10 മണിക്ക് അവളെന്തിനാ ഷോപ്പിങ്ങിന് പോയത്? അപ്പോൾ ആ സമയത്തായിരിക്കും കിഡ്നാപ്പ് നടന്നിട്ടുണ്ടാവും. ഗുണ, നീയും ചേതനും പോയി ആ ഷോപ്പ് ഓണറെ പൊക്ക്. RT ഓഫീസിൽ നിന്നും ടോട്ടൽ ക്യാബ്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് എനിക്ക് വേണം. അതിലുള്ള ഐഡന്റിറ്റി കാർഡ് വെച്ച് ഷോപ്പ് ഓണർക്ക് അയാളെ തിരിച്ചറിയാൻ കഴിയണം. കൊലയാളി ആ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ബെഞ്ചാര ഹിൽസിനും അമീർപേട്ടിനും ഇടയിൽ എവിടെയെങ്കിലും വെച്ചായിരിക്കണം കൊല നടന്നിട്ടുള്ളത്. ഗൗതം, ഇങ്ങനെയുള്ളവർ ഇരകളെ പിടിച്ച് എങ്ങനെയാ കൊല്ലുന്നതെന്ന്, അതും ഇത്രയും ക്രൂരമായി കൊല്ലുന്നതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. എവിടേക്കോ കൊണ്ടുപോയി ടോർച്ചർ ചെയ്യുമ്പോ അവര് ദുഃഖം കൊണ്ട്, ഭയം കൊണ്ട് പേടിച്ചു വിറയ്ക്കുന്നത് കണ്ടാനന്ദിക്കാനാണ്. കൊച്ചുപിള്ളേരെ പോലെ. കൊച്ചുപിള്ളേരെ പോലെ? അതെന്ത് കമ്പാരിസൺ? സ്വയം ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ, കൊച്ചുകുട്ടികൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഇന്നസെന്റ് അല്ല. കൊച്ചിലെ ധാരാളം കുട്ടികൾ തുമ്പിയുടെ വാലിൽ നൂല് കെട്ടി കാറ്റത്ത് പറക്കാൻ വിടാറുണ്ട്. അത് പിടയ്ക്കുന്നത് കണ്ട് ആനന്ദിക്കാൻ വേണ്ടിയാണ്. അതുപോലെ മറ്റു ചില കുട്ടികൾ ഉറുമ്പിനെയും ഈച്ചയെയും തീ വെച്ച് കുത്തി കുത്തി അതിനെ വേദനിപ്പിച്ചിട്ട് അത് കണ്ട് ആനന്ദിക്കാറുണ്ട്. എന്നാൽ അവർ പ്രായപൂർത്തിയാകുമ്പോൾ വന്നു ചേരുന്ന ദൈവഭക്തിയും സാമൂഹിക കെട്ടുപാടുകളും പതുക്കെ പതുക്കെ മനുഷ്യത്വത്തെക്കുറിച്ച് അറിവുള്ളവരാകും. എന്നാൽ വളരെയധികം ക്രിമിനൽ സൈക്കോസ് മാനസികമായി വളർച്ചയില്ലാത്തവരാകും. ഗൗതം, ഇതുവരെ ആ ഷോപ്പ് ഓണേഴ്സിന് 198 കാർ ഡ്രൈവേഴ്സിന് സംശയമുണ്ട്. 198 എന്താ? അതെ, അയാൾ 198 എന്ന് പറഞ്ഞത് കാണാത്തത് കൊണ്ടും ഓർമ്മയില്ലാത്തത് കൊണ്ടുമാണ്. ഒരു ഡൗട്ട് മാത്രം. മൊത്തം 198 മെമ്പേഴ്സിനെ ഇൻട്രോഗേറ്റ് ചെയ്യേ. 198ഓ? ഇത് വർക്കൗട്ട് ആവോ? ഇതിലും നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയേ, ഇല്ലെങ്കിൽ പറഞ്ഞത് ചെയ്യേ. യുവർ ഒപ്പീനിയൻ? മുഖ്യമായും 20 to 35 ഏജ് ഗ്രൂപ്പിലുള്ളവരെ സ്പെഷ്യലായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ. സീരിയൽ കില്ലേഴ്സ് മിക്കവാറും ഈ ഏജിലുള്ളവരായിരിക്കും. എത്ര ഇന്നസെന്റായി അഭിനയിച്ചാലും വിശ്വസിക്കരുത്. അവർ അങ്ങനെ കാണിക്കുന്നത് അവരുടെ സ്നേഹിതന്മാർക്കും ഫാമിലി റിലേഷനിലുള്ളവർക്കും അവരുടെ കപട മുഖം മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. ആ മക്കളെ, ക്ലാസ്സിൽ ചെന്ന് നന്നായി പഠിക്കണം കേട്ടോ. ആ എന്താ സീതാറാം, ഇപ്പൊ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ. ചേട്ടൻ എവിടെ? അദ്ദേഹം ഓഫീസിൽ പോയി. ഞാനേ കുട്ടികളെ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ആക്കിയിട്ട് വരാം. ആ നടക്ക നടക്ക, വേഗം ആട്ടെ. ആ സൂക്ഷിച്ച്. അമ്മേ, എങ്ങനെയുണ്ടമ്മേ? എന്റെ വിഷമം നീ വരാത്തതോർത്ത. ഇരിക്കെ. ഇതേ നാട്ടിൽ തന്നെ ഉണ്ടായിട്ട് ഒരു തവണ കൂടി നീ വരുന്നില്ലല്ലോ. എങ്ങനെയുണ്ടോ, എന്ത് കഴിക്കുന്നു, അത് ഓർക്കുമ്പോ എനിക്ക് സമാധാനമേ ഇല്ല. വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടത്തുമില്ല. അമ്മയുടെ ആരോഗ്യം എങ്ങനെ ഉണ്ടെന്ന് അറിയാനാ ഞാൻ ഡ്യൂട്ടിക്കിടയിൽ അർദ്ധരാത്രി ഇങ്ങോട്ട് വരുന്നതോ. ഈയിടെ അമ്മയുടെ കാര്യം നോക്കാൻ ചേട്ടനും ചെടുത്തുണ്ടല്ലോ. അപ്പൊ നീ പെണ്ണ് കെട്ടത്തില്ലല്ലേ? അമ്മ കണ്ടുവച്ചിട്ടുണ്ടോ? നിങ്ങൾ അവനൊരു സീരിയൽ കില്ലർ ആയിട്ടല്ലാതെ ഒരു സാധാരണ കൊലയാളിയായി കാണുന്നില്ലേ? തീർച്ചയായിട്ടും. അതിലുപരി അപകടകാരിയായ ഒരു മെന്റൽ പേഷ്യന്റ് ആയിട്ടും ഞാൻ കാണുന്നുണ്ട്. പേഷ്യന്റായോ? അബ്സല്യൂട്ട്ലി. ഒരു മനുഷ്യനെ കൊല്ലുന്നത് ശത്രുത കാരണമോ ലാഭത്തിനു വേണ്ടിയോ അല്ലാതെ ഒരു പൈശാചികമായ ആനന്ദത്തിനു വേണ്ടിയാകുമ്പോ ഇറ്റ്സ് എ മെന്റൽ ഡിസോർഡർ. ഇതുപോലുള്ള കേസ് ഇതിനു മുമ്പ് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. അമേരിക്കയിൽ സിയാറ്റിൽ ടെഡ് ബണ്ടി എന്നൊരാൾ 40 പെൺകുട്ടികളെ അകാരണമായി കൊല ചെയ്തു. അതുപോലെ വാഷിംഗ്ടണിലും 80 സ്ത്രീകളെ കൊന്ന് ഗ്രീൻ റിവർ കില്ലർ എന്ന പേരിൽ ലോകമെമ്പാടും പ്രശസ്തനായി. അതുപോലെ റിച്ചാർഡ് റാംറേജ്, എഡ്മണ്ട് കെമ്പർ, എഡ് ഗെയിൻ, ഇങ്ങനെയുള്ളവർ ധാരാളമുണ്ട്. എന്നാൽ ഇതുവരെ സിറ്റി പോലീസിന് അവനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു നാണക്കേടാന്ന് തോന്നുന്നില്ലേ? നോൺസെൻസ്. പോലീസ് അവരുടെ കപ്പാസിറ്റിയിൽ ഉപരിയായി ജോലി എടുക്കുന്നുണ്ട്. സീരിയൽ കില്ലേഴ്സിനെ പിടികൂടുന്നത് സാധാ പ്രതികളെ പിടിക്കുന്നത് പോലല്ല. ലോകം മുഴുവൻ അംഗീകരിച്ച പ്രസിദ്ധമായ അമേരിക്കൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനു പോലും 80 പേരെ കൊന്ന ഗ്യാരി റിച്ച്വേയെ പിടികൂടാൻ ശരിക്കും പറഞ്ഞാൽ 20 വർഷമെടുത്തു. ശൈലജ മാം, നമ്മുടെ ആളുകൾ സിറ്റിയിലുള്ള ക്യാബ് ഡ്രൈവേഴ്സിനെ ട്രാക്ക് ചെയ്തതിൽ നിന്ന് ഒരു ക്യാബ് ഡ്രൈവറെ പിടികൂടി ക്രൈം ബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലീസ് കം മാം. എഴുന്നേക്കണോ? എഴുന്നേക്ക്, പറയാൻ നിന്നോടല്ലേ പറയാൻ പറഞ്ഞു.
ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. പറയടാ പറയേ. ഞങ്ങളെ കണ്ടപ്പോ നീ പിന്നെന്തിനാ ഓടിയത്? പറയാൻ വായ തുറന്ന് പറയടാ. പറയടാ. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ കൊന്ന് കുഴിച്ചു പോടും. ഞാൻ പറയാം. ഇർഫാൻ ഗ്യാങ്ങിലെ ഒരു മെമ്പറാണ് സാർ ഞാൻ. ഇടയ്ക്കിടയ്ക്ക് എന്റെ വണ്ടിയിൽ കഞ്ചാവ് കടത്താറുണ്ട് സാർ. പോലീസ് അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഗ്യാങ്ങിനെ ഒരുമിച്ച് എൻകൗണ്ടർ ചെയ്യുമെന്ന് പേടിച്ച് അപ്പൊ ഓടിപ്പോയതാണ് സാർ. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. എന്നെ വിശ്വസിക്കണം സാർ, പ്ലീസ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. വിശ്വസിക്കും സാർ, എന്നെ വിശ്വസിക്കും. നോക്കൂ, ഇതിനു മുൻപ് ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടികളെ ആരെയെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? സത്യം പറ. ഇല്ല മേഡം, എനിക്കിതിൽ ആരെയും അറിയില്ല. ഞാനാരെയും കൊന്നിട്ടില്ല സാർ. നിങ്ങൾ നല്ല സൈക്കാട്രിസ്റ്റ് ആണെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഈ കേസിൽ അവൻ പ്രതിയല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസ് വെച്ച് പരിശോധിച്ചാൽ പ്രതി ഇവൻ തന്നെയാണ്. ഗൗതം, അങ്ങനെയുള്ളവർ നോർമൽ ക്രിമിനൽസ് അല്ല. ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ അവൻ ആക്ട് ചെയ്യുകയാണോ അല്ലയോ എന്ന് എന്റെ ട്രെയിനിങ്ങും എന്റെ എക്സ്പീരിയൻസും വെച്ച് എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും അത് ഇവനല്ല. പഴയ സിറ്റി ഡ്രെയിനേജിൽ 2 ശവങ്ങൾ കൂടി കണ്ടെടുത്തു. വയസ്സിൽ താഴെ പ്രായമുള്ള ആ പെൺകുട്ടികൾ നേഹ, വർഷ ഇന്നലെ രാത്രി നഴ്സ് ഡ്യൂട്ടി കഴിഞ്ഞു വരികയായിരുന്നു. അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ വന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാബിൽ കയറി, അത്ര തന്നെ. അതിനുശേഷം എന്തു നടന്നു എന്ന് ആർക്കും അറിയില്ല. ഇന്ന് രാവിലെ അവരുടെ മൃതശരീരം ഡ്രെയിനേജിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഈ സീരിയൽ കില്ലർ നടത്തിയ കൊലപാതകങ്ങളുടെ എണ്ണം 16 കഴിഞ്ഞു. നിരപരാധികളായ പെൺകുട്ടികൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥ കൊലയാളിയെ പിടിക്കാൻ കഴിയാത്തതിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നിങ്ങളും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അതല്ല സത്യ. റിസൾട്ട് ഇല്ലാതെ വെറുതെ ട്രൈ ചെയ്തതുകൊണ്ട് മാത്രം എന്ത് പ്രയോജനം ഉണ്ടാവും പോകുന്നത്? ഗൗതം, കൊല്ലപ്പെട്ടവരിൽ ഒരു പെൺകുട്ടിയുടെ അമ്മ അവളെ ക്യാബിൽ കയറ്റി വിടുന്ന പറയുന്നത്. ചേതൻ, പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യും. എന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം ആ സീരിയൽ കില്ലർ ഒരു ക്യാബ് ഡ്രൈവർ ആണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈയിടെയായി ക്യാബ്സ് എവിടെ കണ്ടാലും ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കാരണം പബ്ലിക് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. സിറ്റി ബസ് സർവീസുകളിൽ റഷ് പെട്ടെന്ന് കൂടിയിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും പുറമെ ക്യാബുകാരുടെ സ്റ്റാൻഡുകൾ അടിച്ചു തകർത്തുവെന്ന് ക്യാബ് ഡ്രൈവേഴ്സ് പരാതിപ്പെടുന്നു. ഏതോ ഒരു പോലീസുകാരൻ ക്യാബ് ഡ്രൈവറെ സംശയിച്ചപ്പോ ഇപ്പൊ മൊത്തം ക്യാബ് ഡ്രൈവർമാർക്ക് ഉറക്കല്ലാതെ പോയി സാറേ. ഞാൻ അവരുടെ യൂണിയൻ ലീഡർ അല്ലേ, അവരോട് മറുപടി പറയേണ്ടത് ഞാനല്ലേ സാർ. എടേ, വോള്യം കുറയ്ക്കടാ. ടിവിയിലെ ബ്രേക്കിംഗ് ന്യൂസ് പോലെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ് എന്റെ കസേര തെറിപ്പിക്കല്ലേ. പോലീസ് കമ്മീഷനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യേ, അവൻ നിങ്ങളുടെ മൊത്തം കാര്യവും സെറ്റിൽ ചെയ്തോളും. ഇങ്ങനെ വെറുതെ കിടന്ന് ബഹളം വെക്കാതെ. വാ മോനെ വാ. നീയാണ് ഗൗതം അല്ലേ? നല്ല സ്മാർട്ടാണല്ലോ. ജയിച്ചു കയറിയ ഞങ്ങളൊക്കെ മിണ്ടാതെ സീറ്റിലിരിക്കുമ്പോ നിങ്ങളുടെയൊക്കെ തോന്നിവാസത്തിന് തീരുമാനമെടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആ വെട്ടിലാകുന്നത് ഇമേജ് നഷ്ടപ്പെടുത്താനാ? സർ, ഡിസിഷൻ സിറ്റുവേഷൻ ആവശ്യപ്പെട്ട അനുസരിച്ചായിരുന്നു. എന്തോ സിറ്റുവേഷൻ? ഇതൊക്കെ ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? ഒരു പോലീസുകാരൻ കൈക്കൂലി വാങ്ങിയതിന് മൊത്തം പോലീസുകാരും കൈക്കൂലിക്കാരാന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കോ സാർ? ക്ഷമിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ ഇല്ലയോ? ഞാൻ ഇയാളോട് പറഞ്ഞ് വേണ്ടതൊക്കെ ചെയ്യിച്ചോളാം. നീ അപ്പുറത്തെങ്ങാനും പോയി വെയിറ്റ് ചെയ്യല്ല. പോ. ശരി സർ. മോനെ ഗൗതം, എന്റെ സർവീസിൽ നിന്നെ പോലുള്ള എത്രയോ പോലീസുകാരെ കണ്ടതാ. നീ എന്ത് വേണേ പറ. ഇമാതിരി സിറ്റുവേഷനിൽ സ്പീഡ് കാണിക്കുന്നത് ശരിയല്ല. സർ, ആ സിറ്റുവേഷനിൽ വെറുതെ ആലോചിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്ത് വില കൊടുത്തും ഇനിയൊരു മർഡർ ഉണ്ടാകുന്നത് തടയണമെന്ന ഉദ്ദേശമായിരുന്നു. നിർത്ത്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലെന്നാ. മോനെ, ജനസംഖ്യ കുറയ്ക്കാൻ തലയെടുക്കുന്നത് സൊല്യൂഷനായി കാണരുത്. വേദന അറിയാത്ത പോലെ തീർത്തേക്കണം. അപ്പോഴേ പബ്ലിക് നമ്മളെ മതിക്കൂ, വോട്ട് ചെയ്യൂ. ഈ സത്യം അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മുകളിലും നിങ്ങൾ താഴെയുമായത്. ഇനി അഡ്ജസ്റ്റ്മെന്റിനൊന്നും നിൽക്കാതെ ഉടനെ പ്രസ് മീറ്റ് വിളിച്ച് നിന്റെ പ്രസ്താവന വിഡ്രോ ചെയ്യ്. ഹോം മിനിസ്റ്റർ എന്ന നിലയ്ക്ക് എന്റെ ഓർഡറാണ്. എന്റെ ഇൻവെസ്റ്റിഗേഷനിലുണ്ടായ ചില പാളിച്ചകൾ കാരണം സീരിയൽ കില്ലർ ഒരു ക്യാബ് ഡ്രൈവർ ആണെന്ന് എനിക്ക് പറയേണ്ടി വന്നു. എന്നുള്ളത് സത്യമല്ല. ജനങ്ങൾക്ക് ധൈര്യമായി ക്യാബ് യൂസ് ചെയ്യാം. സീരിയൽ കില്ലർ ഒരു ക്യാബ് ഡ്രൈവറാണെന്ന തെറ്റായ ഇൻഫർമേഷൻ തന്നതിന് എല്ലാ ക്യാബ് ഡ്രൈവേഴ്സിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ലാതെ ക്യാബ് യൂസ് ചെയ്യാം.
നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നു, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല. നമുക്കെന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? എന്ത് കേൾക്കുന്നില്ല നീ പറയുന്നത്? അവൻ എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കുന്നില്ലേ, അതിന്റെ വഴക്ക. അവള് പറയുന്നത് ശരിയാ. എന്റെ ചികിത്സയ്ക്ക് വേണ്ടി അവൻ 1000 രൂപ വരെ ചെലവഴിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് പറയുന്നില്ലേ, നീ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ. നിന്റെ ഭാര്യ ലളിതയ്ക്ക് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തരുടെയും മരണം നമ്മുടെ കയ്യിലല്ലല്ലോ. മരണം ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടമ്മേ. അതെങ്ങനെയാടാ? എന്താടാ നിന്റെ വണ്ടിക്ക് നല്ല ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ടോ? നിന്റെ കാറിൽ കുറച്ച് സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിക്കാൻ നീ മറക്കണ്ട. ശരിയമ്മേ. നിന്റെ കാറില് രക്തം വന്നത് എങ്ങനെയാടാ? ടയർ മാറ്റുമ്പോ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതാ. ഇപ്പൊ വേദനയൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്താ നിധി ഇത്? എല്ലാം പ്ലാൻ ചെയ്തിട്ട് നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒരു വാക്ക് താ നിധി, എന്നെ വിശ്വസിക്കുന്നോ ഇല്ലയോ? അങ്ങനെ പറയുന്നത് എന്താ അജിത്? ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെയും വിശ്വസിക്കില്ല എന്നറിയില്ലേ? എന്നാൽ ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നീ വാ, ഞാൻ സിനിമാക്സിൽ വെയിറ്റ് ചെയ്യാം. ക്യാബിൽ വന്നാ മതി. ആ, നീയല്ലേ പറഞ്ഞത് ക്യാബില് കയറരുതെന്ന്? അത് വെറും റോങ് ഇൻഫർമേഷൻ ആണെന്ന് പോലീസ് തന്നെ പറഞ്ഞല്ലോ. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. കം ഓൺ. ശരി ശരി. സാർ, ഇത് അജിത്ത്. ഇന്നലെ രാത്രി മുതൽ ഇവന്റെ ഗേൾഫ്രണ്ട് നിധിയെ കാണുന്നില്ലെന്ന്. ഞാനും അവളും ഒന്ന് വിവാഹിതരാവാൻ ഇരുന്നതാണ് സാർ. അവളുടെ പേര് നിധി. വിവാഹത്തിന് അവളുടെ വീട്ടുകാർ അനുവദിക്കാത്തത് കൊണ്ട് അവരറിയാതെ വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു. രാത്രി 8 മണി മുതൽ സിനിമാക്സ് വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. ഇതുവരേക്കും അവൾ വന്നില്ല. പലതവണ ഫോൺ ചെയ്തിട്ടും എടുത്തില്ല. വീട്ടിൽ അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചോന്നാ എൻ്റെ ഭയം. രാത്രി മുഴുവൻ ഞാനവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാൽ രാവിലെ എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് ഞാൻ അറിഞ്ഞത് അവളുടെ വീട്ടുകാരും അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി സാർ, രാത്രിയിൽ ഒറ്റയ്ക്കുള്ള യാത്രയിൽ അവൾക്കെന്തോ സംഭവിച്ചെന്ന്. അവസാനമായി കണ്ടത് എപ്പോഴാ? 7:30 ഫോണിൽ സംസാരിച്ചു സാർ. 8 o'clock സിനിമാക്സിൽ വരാമെന്നാണ് പറഞ്ഞത്. ക്യാബ് വിളിച്ച് വരാനാണ് പറഞ്ഞത്. കൊറിയറിലൊരു ബോക്സ് ഉണ്ട്. എന്തെങ്കിലും ചെയ്ത് തുറക്കി. ശരി, ഒരു കാര്യം ചെയ്യും. ഫോട്ടോ തന്നില്ലേ? ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് അറിയിക്കാൻ ഞാൻ പറഞ്ഞത് നിന്നോടല്ലേ? ഏയ്, പിടിച്ചോണ്ട് പോകാനേ. വാ, ഞങ്ങൾ ഇൻഫോം ചെയ്തോളാം. വാ.
ഗൗതം. ഒരു കാരണവശാലും ഈ കാര്യം മീഡിയയോ പബ്ലിക്കോ അറിയാൻ പാടില്ല. അവനിത് കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. അമ്മേ, ലേറ്റ് ആവുന്ന ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക്. ഹലോ, വാട്ട്? യൂട്യൂബിലോ? ശരിയാണ് ശൈലജ മാം. അവനയച്ച പാഴ്സലിനെ കുറിച്ച് നമ്മൾ പ്രസ്സുകാരോട് പറഞ്ഞില്ലെന്നുള്ള ദേഷ്യത്തിൽ ആ പെൺകുട്ടി അവൻ എങ്ങനെ കൊന്നു എന്നുള്ള വീഡിയോ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ആ മനുഷ്യമൃഗം എത്ര ക്രൂരനാണ്! സംസ്ഥാനത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ക്രൈം ഹിസ്റ്ററിയിൽ തന്നെ ഇതാദ്യമാണ്. അതിദാരുണമായ ഒരു പെണ്ണിന്റെ തലയറുത്ത് ആ വീഡിയോ ദൃശ്യം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവൻ എത്ര ബ്രൂട്ടലാണ്! ഇന്റർനെറ്റിൽ ആ ദൃശ്യം കണ്ട പൊതുജനങ്ങൾ ഭയപ്പെട്ട് ഓടി ഒളിക്കുകയാണ്. അജിത്ത് നിധിയുടെ വീഡിയോ കണ്ട് താനാണല്ലോ അവളോട് ക്യാബിൽ വരാൻ പറഞ്ഞെന്നുള്ള കുറ്റബോധത്താലാവണം ആത്മഹത്യ ചെയ്തു. അയ്യോ, ഛേ. ഇനി ക്യാബിൽ യാത്ര ചെയ്യാൻ ആരും പേടിക്കേണ്ടതില്ലെന്ന് ഞാനല്ലേ നാട്ടുകാരോട് പറഞ്ഞത്. അത് വിശ്വസിച്ചല്ലേ അവള് പോയത്. അപ്പോ അജിത്തിന്റെയും നിധിയുടെയും മരണത്തിന് ഞാനും ഒരു കാരണമല്ലേ? അവൻ കൊലകളിങ്ങനെ തുടരുമ്പോൾ പോലീസും ഗവൺമെന്റും എന്ത് ചെയ്യുകയാണെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു ഹോം മിനിസ്റ്റർ എന്ന നിലയിൽ ഇതിനുള്ള മറുപടി എന്താണ്? ഞാൻ ഇതേപ്പറ്റി ഇപ്പോ ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ? അതെ, ഖണ്ഡിക്കുന്നു. നിങ്ങൾ ഖണ്ഡിച്ചതുകൊണ്ട് മാത്രം ഈ കൊലപാതകങ്ങൾക്ക് അവസാനം ഉണ്ടാവോ? ഒരു മൃഗം സൂവിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഉടനെ അതിനെ ഷൂട്ട് ചെയ്യാൻ ഓർഡർ ഇടുന്ന നിങ്ങൾ ഈ മനുഷ്യമൃഗം സിറ്റിയിൽ ഇത്രയേറെ പെണ്ണുങ്ങളെ കൊന്നിട്ട് ആ വീഡിയോ ദൃശ്യം യൂട്യൂബിലിട്ടിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അതിനെ ഖണ്ഡിച്ചതുകൊണ്ടായോ? നോക്കുമോളെ, എന്തിന്റെയും സ്പീഡ് കുറയണമെങ്കിൽ ഖണ്ഡിക്കണം. അപ്പോഴേ സ്ലോ ആകൂ. സ്ലോ ആയ പോരാ, പൂർത്തിയാവണം. സ്കൂളിലേക്ക്, കോളേജിലേക്ക്, ഓഫീസിലേക്ക് പോവാൻ പോലും പെണ്ണുങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് ചോദ്യം. അവരുടെ ഫാമിലിക്ക് നിങ്ങളുടേതുപോലെ ഫുൾ സെക്യൂരിറ്റി ഉണ്ടാവോ? ബസ്, ഇനി ക്രോസ് വിസ്താരം വേണ്ട. എനിക്കൊരു കുടുംബമല്ല, ഈ സ്റ്റേറ്റ് മൊത്തം എനിക്ക് കുടുംബമാണ്. അതായത് എന്റെ വോട്ടേഴ്സ് എല്ലാം എനിക്ക് ബന്ധുക്കളാണെന്ന്. നടന്ന ക്രൂരതയ്ക്ക് ഞാൻ വെറുതെ ഫീൽ ചെയ്യുക മാത്രമല്ല, അഗാധമായി ദുഃഖിക്കുന്നു. കുട്ടി, എനിക്കും മനസാക്ഷി എന്നൊന്നുണ്ട്. ഇന്റർനെറ്റിൽ വീഡിയോ അപ്ലോഡ് ആയതിന്റെ ഷോക്ക് സ്റ്റേറ്റിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനുമുണ്ട്. പോലീസിന്റെ അലംഭാവത്തിൽ രോഷം കൊണ്ട കോളേജ് വിദ്യാർത്ഥിനികൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ദിനംപ്രതി ഇന്റർനെറ്റിലെ ആ വീഡിയോ കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഹോം മിനിസ്റ്റർ ഇന്റർനെറ്റിൽ നിന്നും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കൊലപാതകിയെ പിടികൂടാൻ ACP ഗൗതമിനെ അദ്ദേഹം ചുമതലപ്പെടുത്തി. മിസ്റ്റേക്കൺ ഐഡന്റിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ട് പോലീസിന് ട്രേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കില്ലറെ പിടികൂടാൻ സമയമെടുക്കുമെന്നും അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നും എത്രയും വേഗം കൊലയാളിയെ ട്രാപ്പ് ചെയ്യുമെന്നും ACP ഗൗതം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഇതിനിടയിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് നാട്ടിലുടനീളം ഭീഷണി ഉയർത്തുന്ന കില്ലറെ പിടികൂടാൻ കഴിയാത്തതിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിഷ്ക്രിയരായ പോലീസിന്റെ പിടിപ്പുകേടാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ കില്ലറെ ഭയന്ന് പുറത്തു പോകാതിരിക്കുന്ന ജനങ്ങളുടെ കാര്യം അങ്ങോട്ട് മാറ്റിവെക്ക്. എനിക്ക് തന്നെ ഭയം തോന്നുന്നു, പുറത്തു പോകുമ്പോൾ ജനങ്ങൾ എന്നെ അടിക്കുമോന്ന്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. അവനില്ലേ ആ സൈക്കോ, വഴിയിൽ കാണുന്ന ഓരോ പെണ്ണിനെയും വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്നു. അവനെ ഞാൻ സഹായിക്കുന്നു. അവന്റെ കൈ കത്തി എടുത്തു കൊടുത്തിട്ട് കാണുന്നവരുടെ കഴുത്ത് ഞാൻ വെട്ടിക്കുന്നു എന്നൊക്കെ എന്തിനാ മീഡിയക്കാർ കഥ ഉണ്ടാക്കുന്നത്? റിസൈൻ ചെയ്യണമത്രേ, റിസൈൻ ചെയ്യണമെന്ന്. കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടും നിങ്ങൾ പോലീസുകാർ എന്തോന്നു പുറത്തുവായിരുന്നു? സർ, പദവിയിലിരിക്കുന്നു എന്ന് കരുതി എന്ത് തോന്നിവാസം വിളിച്ചു പറയരുത്. അന്ന് കില്ലർ ഒരു ക്യാബ് ഡ്രൈവറാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ആ പ്രസ്താവന എന്നെ കൊണ്ട് പിൻവലിപ്പിച്ച് ക്യാബിൽ കയറുന്നതിന് പ്രശ്നമില്ലെന്ന് പറയിപ്പിച്ചത് നിങ്ങളാണ്. അന്ന് എന്റെ ജോലി ചെയ്യാൻ എന്നെ വിട്ടിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു.
ഈ സിറ്റുവേഷനൊക്കെ കാരണം നിങ്ങളാണ്. ഹലോ, എന്തു പറ്റിയടോ? വീണ്ടും അവൻ ആരെങ്കിലും കാച്ചിയോ? ആരെയാണെന്ന് പറ. ഹലോ, എന്തു പറ്റിയടോ? വീണ്ടും അവൻ ആരെങ്കിലും കാച്ചിയോ? ആരെയാണെന്ന് പറ. ഹോം മിനിസ്റ്ററുടെ പേരക്കുട്ടിയെ പാർക്കിൽ ജോഗിങ്ങിന് പോകുമ്പോൾ കിഡ്നാപ്പ് ചെയ്ത് ഇതിനു മുമ്പുള്ള കൊലപാതകങ്ങളെ പോലെ വധിച്ചു കളഞ്ഞു ആ സൈക്കോ കില്ലർ. ഇതിനെതിരെ ഇതുവരെ ഒരു നടപടിയും എടുത്തില്ലെന്ന് മന്ത്രിക്കെതിരെ പരാതി പറഞ്ഞവർ ഇപ്പോൾ ഈ സംഭവത്തിൽ സഹതാപം പ്രകടിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സൈക്കോ കില്ലർ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. അവനെ പിടികൂടുന്നതിനേക്കാൾ മറ്റൊരു പെൺകുട്ടിയുടെ ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ പ്രസ് മീറ്റ് ഇന്ന് വിളിച്ചു കൂട്ടിയത്. എന്റെ വാക്കുകൾ ഇനി ശ്രദ്ധയോടെ കേൾക്കണം. സിറ്റിയിൽ 6 മണി കഴിഞ്ഞാൽ സ്ത്രീകൾ ആരും പുറത്തിറങ്ങാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് എ റിക്വസ്റ്റ്, വാർണിംഗ്. ഞാൻ വീണ്ടും പറയുന്നു, സ്ത്രീകൾ ജാഗ്രതയോടെ ഇരിക്കണം. ദയവ് ചെയ്ത് രാത്രിയിൽ പുറത്ത് സഞ്ചരിക്കരുത്. ഗൗതവും ശൈലജയും നൽകിയ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് സിറ്റിയിലെ നൈറ്റ് ലൈഫ് പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. പെണ്ണുങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യജീവിയും പേടിച്ചിട്ട് പുറത്തിറങ്ങുന്നില്ല. റെസ്റ്റോറന്റ്, ഹോട്ടൽസ് എല്ലാം വിജനമായി കിടക്കുകയാണ്. ഹൈടെക് സിറ്റിയിലെ കോർപ്പറേറ്റ് ഓഫീസുകൾ, മറ്റ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം നൈറ്റ് ഷിഫ്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച ആ ജന്തു എത്ര കാലം രക്ഷപ്പെടുമെന്ന് കണ്ടറിയാം. ടാസ്ക് ഫോഴ്സ് ചീഫ് ഓഫീസർ ഗൗതം പബ്ലിക്കിനോട് ധൈര്യമായിരിക്കാൻ അഭ്യർത്ഥിച്ചു. ശൈലജയുടെ അഭിപ്രായത്തിൽ ഈ രാജ്യത്ത് മറ്റൊരു പെൺകുട്ടി അവന്റെ കൈകൊണ്ട് കൊല്ലപ്പെടരുതെന്ന് തങ്ങൾക്ക് നിഷ്കർഷയുള്ളതായി ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ നടന്ന ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് എടുത്ത നടപടികൾക്ക് പൊതുജനങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടാവേണ്ടതാണ്. ആ സൈക്കോ കില്ലറെ പിടികൂടാനായി നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. രാത്രി ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്ലംബർ
നമ്മൾ രാത്രിയിലാരും പുറത്തു പോകരുതെന്ന് നിർദ്ദേശിച്ചപ്പോൾ പകലിലേക്ക് മാറ്റി അവനവന്റെ കൊലപാതകം. ഗൗതം, ബിൽഡിംഗിലെ വാച്ച്മാനെ കുറച്ച് പെയിന്റിംഗ് ഒക്കെ അറിയാം. അവന്റെ ഓർമ്മയിലുള്ള കില്ലറുടെ സ്കെച്ച് ഒന്ന് വരപ്പിച്ചാലോ? മനുഷ്യമൃഗം എത്ര ക്രൂരനാണ്. സംസ്ഥാനത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ക്രൈം ഹിസ്റ്ററിയിൽ തന്നെ ഇതാദ്യമാണ്. അതിദാരുണമായ ഒരു പെണ്ണിന്റെ തലയറുത്ത് ആ വീഡിയോ ദൃശ്യം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവൻ എത്ര ബ്രൂട്ടലാണ്. ഇന്റർനെറ്റിൽ ആ ദൃശ്യം കണ്ട പൊതുജനങ്ങൾ ഭയപ്പെട്ട് ഓടി ഒളിക്കുകയാണ്. വേദനിക്കുന്നുണ്ടോ? നീ വളരെ നന്നായി കോമ്പയർ ചെയ്തു. നീ എത്ര സുന്ദരിയാ. എന്നാ രണ്ട് കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല. ഒന്ന്, നീ വളരെ സുന്ദരിയായത്. രണ്ട്, നീ എന്നെ പറ്റി ടിവിയിൽ സംസാരിച്ചത്, പിറ്റി ചീന്തിയത്. ഇതുവരെ നടന്ന ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് എടുത്ത നടപടികൾക്ക് പൊതുജനങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടാവേണ്ടതാണ്. ആ സൈക്കോ കില്ലറെ പിടികൂടാനായി നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. രാത്രി ഒരു കാരണവശാലും പുറത്തിറങ്ങി. എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? ഇപ്പൊ ചോദിക്ക. വെള്ളം ദാഹിക്കുന്നു. എത്രയോ പെൺകുട്ടികളെ എത്ര ദാരുണമായി നീ കൊന്നില്ലേ? സത്യത്തിൽ നീ മനുഷ്യനോ അത് ചെകുത്താനോ? നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ അവരോട് ഈ അനീതി ചെയ്തത്? അവര് നിന്നോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എന്താ ഇന്റർവ്യൂ ചെയ്യുന്നില്ലേ ഇപ്പോ? ആശ മാഡം, എന്റെ 12ാമത്തെ വയസ്സിലാ ഞാൻ ആദ്യമായിട്ടൊരു ശവം കാണുന്നത്. അതൊരു പെണ്ണിൻ്റെതായിരുന്നു. പിന്നെ 16ാമത്തെ വയസ്സിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുനിത കിണറ്റിൽ വീണ് മരിക്കുന്നത് കണ്ടു. എനിക്ക് 23 വയസ്സുള്ളപ്പോ എന്റെ അയൽക്കാരന്റെ ഭാര്യ പ്രമീള ബാത്റൂമിൽ മരിച്ചു വീണുപോയത് ഞാൻ കണ്ടു. അവരെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അവരെയൊക്കെ ഞാൻ കൊന്നത് എന്തിനാണെന്നോ? അവര് ജീവിച്ചിരുന്നതിനേക്കാൾ മരിച്ചു പോയപ്പോഴാണ് എനിക്ക് ഇഷ്ടമായത്. എനിക്കിഷ്ടപ്പെട്ടവരെ കൊല്ലുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. ആശ മാഡം, ടിവിയിൽ നിങ്ങളെ കണ്ടപ്പോ, നിങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഞാൻ. കൊല്ലടാ കൊല്ല്.
നിന്നെ പോലുള്ളവരുടെ ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. കൊല്ലടാ. എന്താ നീ നോക്കിയിരിക്കുന്നത്? കൊല്ല്. മരിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മയോട് ഒരു തവണ സംസാരിക്കണം എനിക്ക്. എന്റെ ഫോൺ ക്യാബിലുണ്ട്. അമ്മ. ഒന്നുമില്ല അമ്മ, ഐ ആം നോട്ട് ഫൈൻ. എന്ത് നടക്കുമെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് ഒരുപാട് സമയമില്ല. അനിയനെ അമേരിക്കയിലേക്ക് അയക്കാനുള്ള പണം വിശ്വനാഥൻ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇനി എനിക്ക് സമയമില്ല. അനിയനോട് വേഗം പുറപ്പെടാൻ പറ. ഐ ആം സോറി. ഗൗതം, ആ കില്ലർ റിപ്പോർട്ട് ആശയം കൊന്നു. ഞാനിപ്പോ ടിവിയിൽ കണ്ടതേ ഉള്ളൂ. അതെ സത്യ. ആശ സെല്ലിൽ അവസാനമായി വിളിച്ചത് അവളുടെ അമ്മയെയാണ്. ഏത് ഫോണിൽ നിന്നാണ് സംസാരിച്ചത്? സാംസങ്. എത്രയും പെട്ടെന്ന് സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് കോൾ ഏത് ടവറിൽ നിന്നാണ് കണക്ട് ചെയ്തതെന്ന് നോക്കി ആ ഏരിയ പൊസിഷൻ മാർക്ക് ചെയ്തിട്ട് എന്നെ വിളിക്കുക. അല്ലെങ്കിൽ സാംസങ്ങിൽ ഫോൺ ചെയ്ത് ആ ഫോണിന്റെ EMI നമ്പർ കണ്ടുപിടിച്ചിട്ട് GPS ഉപയോഗിച്ച് ആ ഏരിയ എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്യുക. ചേതൻ, ടീം റെഡിയാക്ക്. ഞാൻ എപ്പോഴേ പ്രതീക്ഷിച്ചിരുന്ന മിസ്റ്റേക്ക് അവനിപ്പോ ചെയ്തു. ഗോട്ട് യു. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, എനിക്ക് അവന്റെ ജീവനോടെ വേണം. ഇതുവരെ സിറ്റിയിൽ നടന്ന 19 കൊലപാതകങ്ങൾ നീ ചെയ്തതല്ലേ? 27. 27? ആ ബോഡികളൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടും. ഇവിടുന്നെങ്കിലും. നിന്റെ ട്രാക്ക് റെക്കോർഡൊന്നും എനിക്ക് കേൾക്കണ്ട. ആണുങ്ങളെയല്ല, പെണ്ണുങ്ങളെ കൊല്ലുന്നതാണ് എനിക്കിഷ്ടം. അത് കാണണം എനിക്ക്. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊല്ലാമെന്നോ? കോഴിക്കറി രുചിയായത് കൊണ്ടല്ലേ നമ്മള് കോഴിയെ കൊല്ലുന്നത്? കോഴിക്കെന്താ ജീവനില്ലേ? കൊച്ചിലെ മുതൽ കൊല്ലുന്നത് എനിക്കിഷ്ടമാ. സച്ചിന് ക്രിക്കറ്റിലെ ഇഷ്ടം, എന്റെ ഇഷ്ടം കൊലയാണ്. അതിലെന്താണ് ഇത്ര ഇഷ്ടം? കൊല്ലരുത്. ഇത്രയും പെണ്ണുങ്ങളെ കൊന്നിട്ട് നിനക്ക് എന്താ കിട്ടിയത്? ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ടിവിയിൽ കണ്ടു. ഞങ്ങളെപ്പോലെ ഉള്ളവരെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എന്തിനാ? ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് വളരെ ആനന്ദം കിട്ടുന്നുണ്ട് അതില്. സ്വാതിയുടെ ബോഡി അരിഞ്ഞപ്പോ, പൂജയുടെ കഴുത്ത് ഞെരിച്ചപ്പോ, ആശയുടെ തലയിലേക്ക്
കൂളി അടിച്ച് കയറ്റിയപ്പോ Go this side. Come on. Come on. Jason, call the ambulance. എനിക്കറിയാം അവന്റെ തള്ളയാണ് നിങ്ങളെന്ന്. ഇങ്ങനെ ഒരു മകനെ രക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ തള്ളേ? നിങ്ങൾ രണ്ട് മക്കളുടെ അമ്മയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇത്രയും പെൺകുട്ടികളുടെ അമ്മമാരെ കുറിച്ച്. നോക്ക്, നിന്റെ മകൻ ജീവനെടുത്ത പെൺകുട്ടികൾ നോക്ക്. എന്താ നീ മുഖം തിരിച്ചത്? നിന്റെ പുന്നാരമോൻ കൊന്നു തള്ളിയ ജീവിതങ്ങളാ. നോക്ക്, കണ്ണു തുറന്നു നോക്ക്. ദയവ് ചെയ്ത് നിങ്ങൾക്കറിയാവുന്നതൊക്കെ പറയൂ. അവൻ എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെങ്കിലും ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും. നിങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞു തന്നില്ലെങ്കിൽ ഒരു പെൺകുട്ടി കൂടി ഇവിടെ മരിക്കും. പറയാവനെവിടെയാണെന്ന്. നിങ്ങളൊരു സൈക്കോ കില്ലറുടെ അമ്മയാണ്. നിങ്ങളിപ്പോ വല്ലാതെ കരയുന്നുമുണ്ട്. എന്നാൽ നിങ്ങളെക്കാൾ കൂടുതൽ മക്കളുടെ നഷ്ടത്തെ ഓർത്ത് കരഞ്ഞ ഒരുപാട് അമ്മമാരിവിടെയുണ്ട്. ഇനിയും ഒരമ്മ കൂടി കരയണം. നിങ്ങൾ പറയാൻ വൈകുന്ന ഓരോ നിമിഷവും ഓരോ പെൺകുട്ടികളുടെ ജീവനാണ് ഒടുങ്ങാൻ പോകുന്നത്. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വാതുറക്ക്. അവൻ എവിടെയുണ്ട്?
വയസ്സുള്ളപ്പോ വീട്ടിലെ ആടുകളെയും കോഴികളെയൊക്കെ കൊല്ലുമായിരുന്നു. അതാരാ കൊന്നതെന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കത്തി കൊണ്ട് കുത്തിയും കഴുത്ത് ഞെരിച്ചു നോക്കിയാ കൊന്നത്. പിന്നെ ഒരു ദിവസം ഒരു പട്ടിയെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അവൻ എങ്ങനെയാണ് കൊന്നത്? അടുക്കളയുടെ പുറകിലേക്ക് കൊണ്ടുപോയി കുത്തി കുത്തി കൊന്നു. അത് കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെയൊക്കെ കൊല്ലുന്നതെന്ന്. എല്ലാവരോടും പറഞ്ഞത്. പിന്നീട് അവിടുന്ന് അവൻ വേറൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി. അവന്റെ വീട്ടിൽ നിനക്ക് എങ്ങനെയാണ് ഈ വീട് കിട്ടിയതെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൻ ക്രൂരമായിട്ട് ചിരിച്ചു. അവൻ താമസിച്ചിരുന്നത് 2 വൃദ്ധജനങ്ങൾ ജീവിക്കുന്ന വീട്ടിലായിരുന്നു. അവൻ അവരെ കൊന്ന് ആ വീട് സ്വന്തമാക്കി. അവൻ ആരാണ്, അവൻ എവിടെയുണ്ട്, അവന്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എന്റെ പക്കലുണ്ട്. ഇനി മണിക്കൂറുകൾക്കകം അവൻ എന്റെ കസ്റ്റഡിയിലാവും. അവന്റെ ഫോട്ടോ ടിവിയിലും ഇന്റർനെറ്റിലും സിറ്റിയിലും റിമോട്ടായിട്ടുള്ള ഏരിയയിൽ വരെ പ്രിന്റ് ചെയ്ത് ഞങ്ങൾ ഒട്ടിക്കും. പബ്ലിക്കുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ജോലി നിങ്ങളുടേതാണ്. ആരെങ്കിലും അവനെ കാണാനിടയായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യുക. ഇനി അവൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്. എക്സ്ക്യൂസ് മീ സത്യ, ഐ വിൽ കോൾ. സിറ്റിയെ രക്ഷിക്കുന്നതിന് മുൻപ് നീ നിന്റെ സത്യയെ രക്ഷിക്കടാ. ഒന്നും ചെയ്യില്ലേ. എടി, ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ എന്റെ തൃപ്തിക്ക് വേണ്ടി കൊന്നിട്ടുണ്ട്. എന്നാ ഇത് ആദ്യമായിട്ടാണ് പകയ്ക്ക് വേണ്ടി ഒരു പെണ്ണിനെ ഞാൻ കൊല്ലുന്നു. ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ അമ്മ പോലും എന്നെ തല്ലിയിട്ടില്ല. എന്നാ നിന്റെ ഭർത്താവ് എന്നെ തല്ലി. നിന്നെ ഞാനിപ്പോ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കൊല്ലാൻ പോവാ. അല്ല, കണ്ടോ, നിന്നെ വേദനിപ്പിച്ച് കരയിപ്പിച്ച് നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ പോവാ. ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന നിന്റെ വോയിസ് അവൻ കേട്ട് അവന്റെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻ ഇമാജിൻ ചെയ്ത് എനിക്ക് രസിക്കണം. ഗൗതം, നിന്റെ സത്യയുടെ ഏത് പാർട്ട് ആദ്യം മുറിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കുക. രക്ഷിക്കാൻ കഴിയാത്തവൻ ജനങ്ങളെ എങ്ങനെയാണ് രക്ഷിക്കുക? നഗരത്തിലെ ക്രൈം ഹിസ്റ്ററിയിൽ പോലീസിന് ഇത്തരമൊരു നാണക്കേട് ഇതാദ്യമാണ്. ACP ഗൗതമിനെ ടീം ചുമതലയിൽ നിന്ന് മാറ്റി കേസ് CBIക്ക് വിടാനാണ് ആഭ്യന്തരമന്ത്രി ആലോചിക്കുന്നത്. കൊലയാളിയെ ഭയന്ന് കുട്ടികളും ഓഫീസിൽ പോകുന്ന സ്ത്രീകളും തനിച്ചല്ലാതെ സംഘം ചേർന്നാണ് ഇപ്പോൾ യാത്ര ചെയ്ത് കാണുന്നത്. ഓരോ മുഖത്തും ഭീതിയുടെ നിഴൽ കാണാനാകും. ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്ന ശങ്കയിലാണ് ഇപ്പോൾ ജനങ്ങൾ.
പോരെ ഞാൻ നിന്നെ വെറുതെ വിട്ടത് നിന്റെ ഭാര്യ മരിച്ചതിന്റെ ദുഃഖം നീ അനുഭവിക്കാൻ വേണ്ടിയാ. ഇനി നിന്നെ പുതിയ കാര്യത്തിന് വേണ്ടിയാ ടോർച്ചർ ചെയ്യാൻ പോകുന്നത്. നീയും ഇവളും കൂടി എന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കി. പ്ലീസ് ട്രാക്ക് മൈ കോൾ ഇമ്മീഡിയറ്റ്ലി. ഇവളുടെ ശവം കണ്ടിട്ട് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ അന്ന് ഞാൻ എന്റെ പേര് മാറ്റും. എവിടെ? ഓക്കെ, ഐ നോ ദ പ്ലേസ്. കോൾ കൺട്രോൾ റൂം അർജന്റ്ലി. ഒരു ടീമിനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക്. ശൈലജ മാഡം, ഞാനൊരു സീരിയൽ കില്ലർ ആണെങ്കിൽ കൂടി സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നാ നിങ്ങളുടെ ഇന്റർവ്യൂ ടിവിയിലും പേപ്പറിലും ഒക്കെ കണ്ടതിന് ശേഷം എനിക്ക് കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. എന്നാൽ നിങ്ങൾ എന്നെ ഒരു രോഗം വന്ന പേഷ്യന്റിനെ പോലെ ഒരു മൃഗത്തെ പോലെ കാണണമെന്ന് പറഞ്ഞു തന്നെ കുറച്ച് ഹേർട്ട് ചെയ്തു. എന്നാ നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതിനൊരു പ്രത്യേക താങ്ക്സ്. നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോവാ. 80 പേരെ കൊന്ന എന്തോ കുറച്ച് ജലസി എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ ആ ഗ്യാരി, ടെഡ് ബണ്ടി എന്നിവരെ കുറിച്ച് അറിഞ്ഞപ്പോ എനിക്ക് കൂടി അങ്ങനെ ആവണമെന്ന് തോന്നി. അവരെ പോലെ ഞാനും പ്രശസ്തരാകും. ഇവിടെ മാത്രമല്ല, അമേരിക്കയിൽ വരെ. ഇപ്പൊ പ്രാക്ടിക്കൽ കൂടി കണ്ടോ? എന്തെങ്കിലും സംശയം തോന്നിയാ എന്നോട് ചോദിക്കാൻ പഠിക്കണ്ട. സീതാറാം, പട്ടിയെ കൊല്ലുന്നത് പോലെ അല്ലടാ മനുഷ്യനെ കൊല്ലേണ്ടത്. എന്താ പറഞ്ഞേ? കത്തി കൊണ്ട് കുത്തിയല്ലേ നീ പട്ടിയെ നീ വീടിന്റെ പുറകിലിട്ട് കൊന്നത്? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നീ അതിനെ ദാരുണമായിട്ട് കൊല്ലുമ്പോ ഞാനവിടെ ഉണ്ടായിരുന്നടാ. നീ നിന്റെ ക്ലാസ്മേറ്റ് ഗീതയെ കുളത്തിലിട്ട് കൊല്ലുമ്പോ അപ്പോഴും ഞാനവിടെ ഉണ്ടായിരുന്നടാ. നീ അയൽ വീട്ടുകാരന്റെ ഭാര്യയെ കൊന്നില്ലേ? അപ്പോഴും ഞാനുണ്ടായിരുന്നു. നീ നിന്റെ ഭാര്യ പത്മിനിയെ കൊന്നപ്പോ പോലും ഞാൻ അടുത്തുണ്ടായിരുന്നു. നീ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? പറയടി, നീ ഇതെങ്ങനെ അറിഞ്ഞെന്നാ? നീ പ്രേതവാ അതോ ദേവതയോ? രണ്ടും. മര്യാദയ്ക്ക് നീ എന്നെയും വനജയെയും വിട്ടില്ലെങ്കിൽ എന്തിനാണ് വിടുന്നത്?
കൊല്ലരുതെന്നോ? നിങ്ങളിത് ഭ്രാന്തായി പറയുന്നത്? എന്റെ ടീമിന് എത്തിച്ചേരാൻ സമയമുണ്ടായിരുന്നെങ്കിൽ ഇവനെ ടോർച്ചർ ചെയ്ത് പാർട്ടായിട്ട് ഞാൻ കൊന്നേനെ. സമയമില്ലാത്തതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ കൊല്ലുന്നേ. നീ കൊന്ന ഓരോ പെൺകുട്ടിയുടെയും കണ്ണിലെ ഭയം നീ ഓർക്കുന്നുണ്ടോ? അവരുടെ കണ്ണിലുണ്ടായിരുന്ന ഭയം എനിക്കിപ്പോ നിന്റെ കണ്ണുകളിൽ കാണണം. ഒന്ന് കാണട്ടോ ഞാൻ. ഗൗതം, എനിക്ക് നിന്റെ ഫീലിംഗ് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നീ വിചാരിച്ചതുപോലെ ഇവന്റെ ജീവിതം ഒരു കാട്ടുമൃഗത്തെ പോലെയാകാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ? അതിന്റെ ശാസ്ത്രീയ പഠനത്തിനായി ഇവനെ നമ്മൾ ഉപയോഗിക്കുകയല്ലേ വേണ്ടത്. നമുക്ക് കിട്ടിയ ഈ അവസരം പാഴാക്കരുത്. നീ ഇപ്പൊ ഇവനെ കൊന്നാൽ നിന്റെ പക തീരുമായിരിക്കും. സമൂഹത്തിനോട് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്കുള്ള നിന്റെ ബാധ്യത മറക്കരുത്. പ്ലീസ് ഗൗതം, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അവനെ കൊല്ലരുത്.